ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാർക്കോ എന്ന് പറഞ്ഞിട്ടുള്ള പുതിയ പടത്തിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ്. സോ മാർക്കോ എന്ന് പറഞ്ഞ കഴിഞ്ഞ ദിവസം പോയി കണ്ടു. സോ അത് കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരുപാട് കൺസേൺസും കാര്യങ്ങളൊക്കെ ആ പടം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആർക്കാണെന്ന് തോന്നിപ്പോകും. സോ നമുക്ക് എന്തുകൊണ്ടാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തോന്നുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. സോ മാർക്കോ എന്ന് പറയുന്ന സിനിമ ബേസിക്കലി ഇറ്റ്സ് എ ഗ്രേറ്റ് ഫിലിം. ഇറ്റ്സ് എ ഗുഡ് ഫിലിം ടു വാച്ച് ഫ്രം തിയേറ്റർ. ദർ ഇസ് നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. സോ ഞാൻ ഇന്നിപ്പോൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന കാര്യങ്ങൾ മാർക്കോയുടെ നെഗറ്റീവ്സ് കാര്യങ്ങളൊന്നും അല്ല. ഇറ്റ്സ് എ വണ്ടർ തിങ് ആൻഡ് ഓൾസോ എ ലോട്ട് ഓഫ് കോമഡി ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ സിനിമയിൽ ശരിയാക്കി കാണിക്കുന്നത്. അതായത് ഈ സിനിമ ഭയങ്കര വയലൻസ് ആണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അവസാനം സിനിമയെല്ലാം കഴിഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ സിനിമയുടെ ഒന്നാമത്തെ ഭാഗം തൊട്ട് ആലോചിച്ച് നോക്കുമ്പോൾ ദിസ് ഈസ് എ റിയലി എ ബിഗ് കോമഡി ഫിലിം ആയിട്ടാണ് തോന്നുന്നത്. കാരണം മാർക്കോയെക്കുറിച്ചുള്ള അതിന് മാത്രമുള്ള തള്ളലുകൾ കാണുന്നു, അവസാനം ക്ലൈമാക്സിൽ കാണുന്ന കാര്യങ്ങളോട് കണ്ടു കഴിയുമ്പോൾ ഇത് ഭയങ്കര കോമഡി ആയിട്ടുള്ള ഫിലിമാണ്. ദർ ഇസ് നോ ദാറ്റ് മച്ച് ബിഗ് വയലൻസ് ആൻഡ് ഓൾസോ എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും ഒന്നും ഈ പടം ഭയങ്കര വയലൻസ് ആയിട്ട് തോന്നാനുള്ള സാധ്യതയില്ല. കാരണം നമ്മൾ ജർമ്മൻ പടവും കൊറിയൻ പടവും ഒക്കെ കണ്ടിട്ട് വരുന്നവർക്കൊക്കെ ആണെങ്കിൽ ഇത് അങ്ങനെ ഭയങ്കര വയലൻസ് ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ മലയാള സിനിമയിലെ ഒരു നോർമൽ വയലൻസ് പടം. ഐ ഡോണ്ട് തിങ്ക് ഇപ്പം 18 വയസ്സിന് താഴെയുള്ള പിള്ളേർ ഇത് കണ്ടാലും വലിയ കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനിമേ നമുക്ക് മാർക്കോയുടെ ഫിലിം ഡീറ്റെയിൽസിനകത്തേക്ക് നമുക്ക് പെട്ടെന്ന് ഓടിച്ചു. സോ സിനിമ തുടങ്ങുന്ന സമയത്ത് മാർക്കോ നിലവിലുള്ളത് ഇറ്റലിയിലാണ്. ഇറ്റലിയിൽ പഠന ആവശ്യത്തിനോ എന്തൊക്കെയോ ബിസിനസ് ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് ഇറ്റലിയിൽ ജീവിക്കുന്ന ഒരാളാണ് മാർക്കോ എന്ന് പറയുന്ന ആള്. അപ്പം മാർക്കോയുടെ കുടുംബം എന്ന് പറയുന്നത് മാർക്കോയ്ക്ക് സ്വന്തമായിട്ട് അങ്ങനെ ഫാമിലി ഇല്ല. മാർക്കോ ഉള്ളത് ഒരു ഫാമിലിയിലാണ്. പക്ഷേ അത് മാർക്കോയുടെ ഫാമിലി അല്ല, മീൻസ് രക്തബന്ധമില്ലാത്ത ഒരു ഫാമിലിയിലാണ് മാർക്കോ ഉള്ളത്. മാർക്കോയ്ക്ക് 3 സഹോദരങ്ങൾ എന്ന് പറയപ്പെടുന്ന 3 പേരാണുള്ളത്. സിദ്ദിഖും പിന്നെ വേറെ ഒരു വിക്ടർ എന്ന് പറഞ്ഞിട്ടുള്ളവരാണ് വേറെ ഒരു ചേച്ചിയുമാണ് മാർക്കോയ്ക്കുള്ളത്. ആ കുടുംബത്തിലെ ഒരു ദത്തുപുത്രനായിട്ടാണ് മാർക്കോ ഈ സിനിമയിൽ കാണിക്കുന്നത്. അപ്പം ഇവരുടെ ഈ കുടുംബത്തിലെ മാർക്കോയുടെ സഹോദരൻ എന്ന് നമുക്ക് പറയാം. പക്ഷേ ശരിക്കും സഹോദരൻ അല്ലാത്ത ഒരു വിക്ടർ എന്ന് പറയുന്ന ഒരാള് ഒരു കൊല്ലപ്പെടുന്നു. അപ്പോൾ ആ കൊലപാതകം ചെയ്തതിന് ശേഷം ആ കൊല നടന്നു എന്ന് കണ്ടുകൊണ്ടാണ് മാർക്കോ ഇറ്റലിയിൽ നിന്ന് കുറ്റിയും പറിച്ച് നമ്മുടെ കേരളത്തിനകത്തേക്ക് വരുന്നത്. അപ്പം മാർക്കോയുടെ എൻട്രി എന്ന് പറയുന്നത് ഈ വിക്ടറിന്റെ സംസ്കാര ചടങ്ങിന്റെ സമയത്താണ് മാർക്കോയുടെ ഫസ്റ്റ് എൻട്രി നടക്കുന്നത്. അതായത് ബോഡി പള്ളിയിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് കുടുംബക്കാരെല്ലാം പ്രസംഗിക്കുന്ന ഒരു ചടങ്ങ് ചില ഏരിയകളിലൊക്കെ ഉണ്ട്. അപ്പം മാർക്കോയുടെ വിക്ടർ മരിച്ച പള്ളിയിൽ അതേപോലത്തെ പരിപാടി ഉള്ളതുകൊണ്ട് ആ സമയത്ത് കുടുംബക്കാരെല്ലാം വന്ന് പ്രസംഗിച്ച് അദ്ദേഹത്തെ പറ്റി ഓർമ്മിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അവിടെയാണ് മാർക്കോയുടെ ഫസ്റ്റ് എൻട്രി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ വന്നിട്ട് മാർക്കോ വളരെ മാസ്സായിട്ടുള്ള ഒരു പ്രസംഗം നടത്തുന്നുണ്ട്. അവസാനം അത് ആലോചിച്ച് കഴിയുമ്പോൾ ഇതൊക്കെ കോമഡി ആയിട്ട് തോന്നും. പക്ഷെ ആദ്യം പറയുന്ന തള്ളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പിന്നിൽ ആരാണ് ഈ കൊലപാതകം നടത്തിയെങ്കിലും അവരെല്ലാം വേദന എന്തെന്നറിയും. അതായത് ഈ പുള്ളീനെ കൊന്നത് സൾഫ്യൂരിക് ആസിഡ് മുക്കിയിട്ടാണ്. അപ്പോൾ അതാണ് ഭയങ്കര കഠിനമായ വേദനയിലൂടെ അവരെ ഞാൻ കൊല്ലും. നരകം എന്താണെന്ന് അവരെ ഞാൻ കാണിക്കും. അവരെ എല്ലാം മണ്ണിനടിയിൽ ഞാൻ ആക്കും. ഇവരെ എല്ലാം ഞാൻ കൊല്ലുമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു പ്രസംഗമാണ് മാർക്കോ ഫസ്റ്റ് എൻട്രിയിൽ തന്നെ കാഴ്ചവെക്കുന്നത്. അതുപോലെ തന്നെ മാർക്കോയുടെ കുടുംബത്തിൽ കുറേ 2, 3, 4 പിള്ളേരൊക്കെ ഉണ്ട്. അപ്പൊ മാർക്കോ വരുന്നതിന് മുമ്പ് ഈ പിള്ളേരുടെ തള്ളലും വേറെ ഒരു വശത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. മാർക്കോ എന്ന് പറഞ്ഞാൽ കുടുംബത്തിന് വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോവും. ഹീസ് ദ റിയൽ ഡെവിൾ, ഹീസ് ദ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ തള്ളലുണ്ട്. എനിക്ക് തോന്നുന്നത് പുറത്തിറങ്ങിയ ഏതൊക്കെ 1, 2 വീഡിയോയിൽ ആ പിള്ളേരുടെ തള്ളലൊക്കെ നമുക്ക് കേൾക്കാം. അവസാനമാണ് ഇതിന്റെയൊക്കെ കോമഡി വരുന്നത്. സോ ആ സമയത്ത് കുട്ടികളും അവിടെയുള്ള സിദ്ദിഖും എല്ലാവരും ഇരുന്ന തള്ളലോട് തള്ളലാണ്. മാർക്കോ എന്ന് പറഞ്ഞാൽ ഭയങ്കര കുടുംബസ്നേഹിയാണ്. കുടുംബത്തിലുള്ള ഒരാളെ തൊട്ട് കഴിഞ്ഞാൽ മാർക്കോ അടങ്ങിയിരിക്കില്ല. അവരെല്ലാം പോയിട്ട് മാർക്കോ കൊല്ലും എന്നൊക്കെയുള്ള തള്ളലുകൾ തുടക്കം മുതൽ ഒടുക്കം വരെ കാണിക്കുന്നുണ്ട്. പിന്നെ അതിന്റെ ഇടയ്ക്കെല്ലാം മാർക്കോയുടെ ഒരുപാട് ഡയലോഗുകളും ആർക്ക് തെറ്റിയാലും മാർക്കോയ്ക്ക് തെറ്റില്ല സാർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിന് കൊലപാതകളെല്ലാം കണ്ടുപിടിക്കുന്നൊക്കെ മാർക്കോ പറയുന്നുണ്ട്. പിന്നെ മാർക്കോയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് ഈ കൊലപാതകനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നടക്കുന്നത്. പോലീസ് അപ്പുറത്തെ വശത്തൂടെയുണ്ട്, മാർക്കോയുടെ നേതൃത്വത്തിൽ മറ്റൊരു വശത്തൂടെ അന്വേഷണം നടക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ അന്വേഷണം നടത്തുന്ന മാർക്കോയുടെ വലങ്കയായിട്ട് മാർക്കോയുടെ അന്വേഷണത്തിന്റെ കൂട്ടത്തിലുള്ള ആളാണ് യഥാർത്ഥ കൊലപാതകി. അതൊന്നും മാർക്കോയ്ക്ക് ഇത്രയും ബുദ്ധി ഉണ്ടെങ്കിൽ അതൊന്നും മാർക്കോയ്ക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അവസാനമാണ് അത് മനസ്സിലാകുന്നത്. ഇനി അത് മനസ്സിലാക്കി കഴിഞ്ഞിട്ടാണെങ്കിൽ ഇന്റർവെല്ലിന് തൊട്ട് മുമ്പുള്ള ഒരു ഫൈറ്റ് ഉണ്ട്, മറ്റേ ആ കട്ടിംഗ് മെഷീനൊക്കെ വെച്ചിട്ടുള്ള ഫൈറ്റ്. ആ സമയത്ത് മാർക്കോയ്ക്ക് ഈസി ആയിട്ട് നമ്മുടെ വില്ലിനെ തീർക്കായിരുന്നു. പക്ഷെ അങ്ങനെ തീർത്തു കഴിഞ്ഞ സിനിമ അപ്പം തന്നെ തീർന്നു പോകുന്നതുകൊണ്ടാന്ന് തോന്നുന്നു ഡയറക്ടർ ഒരു ബ്രില്യൻസ് കാണിച്ച് അപ്പം അദ്ദേഹത്തെ തീർക്കാതിരുന്നത്. അതായത് അടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു, അവനെ മാത്രം കൊല്ലാതെ മാർക്കോ പെട്ടെന്ന് ഓടി വന്ന് കാറിൽ കയറി ഇങ്ങനെ കുറച്ചൊരു ഇങ്ങനെ ശ്വാസം വെച്ചുകൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞിട്ടാണ് മാർക്കോ പിന്നെ അവനെ പോയി കൊല്ലാൻ വേണ്ടി തിരിച്ചു പോകുമ്പോഴത്തേനും അവൻ ഫോൺ വിളിച്ച് വേറെ ഒരാളെ കിഡ്നാപ്പ് ചെയ്തെന്ന് പറഞ്ഞ് കാണിക്കുന്നത്. അതിന് മുമ്പേ സത്യത്തിൽ മാർക്കോയ്ക്ക് അവനെ കൊല്ലാമായിരുന്നായിരുന്നു. പക്ഷെ അങ്ങനെ കൊന്നു കഴിഞ്ഞ സിനിമ തീരുന്നുണ്ട്. ഓക്കെ, അത് നമുക്ക് സമ്മതിച്ചു. ഇതെല്ലാം നമുക്ക് സഹിക്കാം. ഇതിനകത്ത് ഏറ്റവും വലിയ കോമഡി എന്ന് പറയുന്നത് ഇതിന്റെ ക്ലൈമാക്സ് ആണ്.
ഇതിന്റെ ക്ലൈമാക്സ് സീൻ എന്ന് പറയുന്നത് ഈ മരിച്ചുപോയ വിക്ടർ ഉണ്ടല്ലോ, വിക്ടറിന്റെ കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ലായിരുന്നെങ്കിലും വിക്ടറിന്റെ കാമുകി പ്രഗ്നന്റ് ആയിരുന്നു. അപ്പൊ അത് വിക്ടറിന്റെ കുട്ടിയാണ് ഉണ്ടായിരുന്നത്. അപ്പം വിക്ടറിന്റെ കുട്ടി ജനിക്കുന്ന ആ ദിവസമാണ് ഇതിന്റെ ക്ലൈമാക്സ് ഡേ എന്ന് പറയുന്നത്, സിനിമയുടെ ക്ലൈമാക്സ്. അപ്പോഴാണ് നമ്മുടെ വിക്ടറിന്റെ ചേട്ടൻ ഉണ്ടല്ലോ, ജോർജ്. അപ്പം ജോർജ് ഒരു തീരുമാനം എടുക്കുവാണ്, ഈ അമ്മേനെയും കുട്ടീനെയും നമുക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണ്ട, കാരണം വീടിന് പുറത്തിറങ്ങുന്നത് ഒട്ടും സേഫ് അല്ല. ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ മറ്റ് വില്ലന്മാരെല്ലായിടത്തും ഉള്ളതുകൊണ്ട് ആ കുട്ടീനെയും കൊച്ചിനെയും അമ്മേനെയും ഒക്കെ കൊല്ലാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് വീട്ടിൽ തന്നെ പ്രസവം നടത്താമെന്ന് വിചാരിച്ചുകൊണ്ട് ആ ഡോക്ടറെയും രണ്ട് നേഴ്സുമാരെയൊക്കെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വരുന്നു. അവിടെയാണ് ഇതിനകത്ത് ഏറ്റവും വലിയ നമുക്ക് ചൊറിഞ്ഞു വരുന്ന കാര്യങ്ങൾ നടക്കാൻ വേണ്ടി പോകുന്നത്. അതായത് ആ രാത്രിയാണ് രക്തരക്ഷിതമായിട്ടുള്ള രാത്രി. ആ രാത്രിയിലാണ് ഏറ്റവും നമുക്ക് ദേഷ്യം വരുന്ന കുറെ കാര്യങ്ങൾ നടക്കുന്നത്. ആ രാത്രിയിലാണ് നമ്മുടെ വില്ലൻ വന്നിട്ട്, വില്ലനും കുറേ ആൾക്കാരും കൂടെ വന്നിട്ട് ആ വീട് മുഴുവൻ ആദ്യം വെടിവെച്ചിട്ട് ആ വീട് മുഴുവൻ തകർത്ത് ആ കുടുംബത്തിലുണ്ടായിരുന്ന മാർക്കോയുടെ പെങ്ങളെയും അവന്റെ സഹോദരങ്ങളെയും, സഹോദരൻ ജോർജിനെ കൊന്നിട്ടില്ല, ബാക്കി ആ വീട്ടിലുള്ള പിള്ളേരെയും ഈ വിക്ടറിന്റെ കാമുകീനെയും പിന്നെ ഈ മാർക്കോയുടെ കാമുകീനെയും എല്ലാവരെയും കൂടെ കൊന്ന് ആ കുടുംബത്തിലുള്ള എല്ലാത്തിനെയും ആ രാത്രിയിൽ കൊല്ലുവാണ് വില്ലന്മാർ വന്ന് ചെയ്യുന്നത്. ആ സമയത്തെല്ലാം മാർക്കോയ്ക്കും ആദ്യം 2 കുത്ത് കിട്ടിയിട്ട് മാർക്കോ അവിടെ ഇങ്ങനെ കിടക്കുവാണ്, ഒരു ചാരി ഇരിക്കുകയാണ് ചെയ്യുന്നത്, മുഴുവൻ രക്തമൊക്കെ ആയിട്ട്. എന്നിട്ട് മാർക്കോ ഇത് മുഴുവൻ കണ്ടുകൊണ്ടിരിക്കും. എന്നിട്ട് ആ കുടുംബത്തിൽ, മാർക്കോയുടെ കുടുംബത്തിലുണ്ടായിരുന്ന എല്ലാവരെയും വില്ലന്മാരങ്ങ് കൊന്നു കളയും. അതാണ് ഈ സിനിമയുടെ ക്ലൈമാക്സ് എന്ന് പറയുന്നത്. ഇത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ജോർജ്, അതീവ ബുദ്ധിമാനായിട്ടുള്ള ജോർജ് തീരുമാനിച്ചു ആശുപത്രി കൊണ്ടുപോയി കഴിഞ്ഞാൽ കുട്ടീനെയും അമ്മേനെയും കൊല്ലുമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ആശുപത്രി കൊണ്ടുപോകാതിരുന്നു. എന്നിട്ട് എന്താ സംഭവിച്ചത്, ആ കുടുംബത്തിലുള്ള എല്ലാവരെയും കൊന്നു കളഞ്ഞു. ഈ മാർക്കോ ഇത്തിരിന്ന് കുറ്റിയും പറിച്ച് ഇങ്ങോട്ട് വന്നത് വിക്ടർ എന്ന് പറഞ്ഞിട്ടുള്ള മാർക്കോയുടെ ഒരു സഹോദരനെ കൊന്നതിൽ പ്രതികാരം ചോദിച്ച് അതിന്റെ കൊലപാതകളെ മുഴുവൻ കൊല്ലാൻ വേണ്ടിയിട്ടായിരുന്നു മാക്രോ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഇപ്പൊ എന്താ സംഭവിച്ചത്, മാക്രോയുടെ കുടുംബത്തിലെ ഒരു കൊലപാതകത്തിന്റെ അതിന്റെ കാരണക്കാരായ കൊലപാതകളെ കൊല്ലാൻ വന്നിട്ട് അവസാനം മാക്രോയുടെ കുടുംബത്തിലുള്ള എല്ലാവരും, ഒരാൾ പോലും അവശേഷിക്കാതെ പിള്ളേരടക്കം എല്ലാത്തിനും കൊന്നു കളഞ്ഞു. അതുപോലെ തന്നെ ആ പിള്ളേരുടെ ഒരു അവസ്ഥയാണ് ആലോചിച്ച് നോക്കുക. മാക്രോ അങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത്രയും വലിയ മനുഷ്യനാണ് അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുടുംബത്തിന് വേണ്ടി ഏതറ്റം വരെ പോകും. ഹീസ് ദ റിയൽ ഡെവിൾ. അദ്ദേഹം ഉണ്ടെങ്കിൽ നരകം ഇല്ല, അല്ല അദ്ദേഹമാണ് നരകം കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഈ സിനിമയുടെ തുടക്കം തൊട്ട് ഒടുക്കം വരെ തള്ളിയ പിള്ളേരെയൊക്കെ എന്താ പറയണ്ട, ഗ്യാസ് കുറ്റിക്ക് തലക്കടിച്ചാണ് കൊല്ലുന്നത്. അങ്ങനെ ഇത്രയും തള്ളിയിട്ട് ഇത് മുഴുവൻ മാർക്കോ അവിടെ ഇങ്ങനെ കണ്ടുകൊണ്ട് നേരത്തെ ഇങ്ങനെ കിടക്കുവാണ്. ഇതിനകത്ത് ഏറ്റവും വലിയ കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്രോയ്ക്ക് അപ്പൊ അടിക്കാൻ പറ്റിയില്ല, ഇങ്ങനെ ചത്തു പോയി തന്നെ വിചാരിക്കട്ടെ. എന്നിട്ട് അടുത്ത കോമഡി എന്ന് പറയുന്നത് മാക്രോ ഇവരെല്ലാം കൊന്നിട്ട് മാക്രോനെ മാത്രം കൊല്ലാതെ പോയി. കാരണം മാക്രോ ഇതിങ്ങനെ കണ്ടോണ്ടിരിക്കുന്നതാണ് മാക്രോയ്ക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ഒരു തിരിച്ചടി എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് മാക്രോനെ കൊല്ലാതെ പോയത്. എന്നിട്ട് ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാക്രോ ഇവരെല്ലാം വില്ലന്മാരെല്ലാം പോയ പാടെ തന്നെ മാക്രോ പോയിട്ട് കുളിച്ച് നല്ല പുതിയ കോട്ടൊക്കെ എടുത്തിട്ട് മുടിയൊക്കെ ഇങ്ങനെ വെട്ടി, കുറച്ചും കൂടി നീണ്ട കിടപ്പുണ്ടായിരുന്നു. അപ്പം അവസാനത്തെ ക്ലൈമാക്സ് സീൻ ആയതുകൊണ്ട് ലുക്ക് കുറച്ചുകൂടി കൂട്ടാൻ വേണ്ടിയിട്ട് മുടിയൊക്കെ വെട്ടി പിന്നെ പോയിട്ട് അവിടെ പോയിട്ടുള്ള മെയിൻ 2 വില്ലന്മാരെയും കൊല്ലുന്നതാണ് സ്റ്റോറി എന്ന് പറയുന്നത്. എന്നിട്ട് ആകെ രക്ഷിച്ചെടുത്ത ആരെന്നറിയാമോ, ആ വില്ലന്മാര് കുറച്ച് മണ്ടന്മാരായതുകൊണ്ട് ആ കുട്ടീനെ കൂടെ കൊല്ലാതെ കുട്ടീനെ ഇങ്ങനെ തൂക്കി എടുത്തോണ്ട് പോകുന്നുണ്ട്. അതായത് ജനിച്ച കുട്ടി അവിടെ ജനിച്ചിരിപ്പുണ്ടല്ലോ, പിന്നെ ആ പ്രസവത്തിനും കൂടെ വില്ലന്മാര് സഹായിക്കുന്നുണ്ട്, വയറ് തള്ളി കൊടുത്ത്. അങ്ങനെ ആ കുട്ടീനെ വില്ലന്മാരുടെ സ്ഥലത്തേക്ക് കൊണ്ടുപോകണം. അത് എന്തിനാണ് വില്ലന്മാർ അവിടെ കൊണ്ടുപോയെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അവിടെ നിന്ന് തന്നെ കൊന്നു കളഞ്ഞായിരുന്നെങ്കിൽ പ്രശ്നമെല്ലാം തീർന്നേനെ. ആ കുട്ടീനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ മാക്രോ അവിടുന്ന് കുളിച്ച് ഡ്രസ്സ് മാറി നല്ല കോട്ടൊക്കെ ഇട്ട്, പുതിയ കോട്ടൊക്കെ ഇട്ട്, സ്പ്രേ ഒക്കെ ഇങ്ങനെ അടിച്ച് മുട്ടിയൊക്കെ ഇങ്ങനെ വെട്ടി ഇങ്ങനെ സെറ്റായിട്ട് പോകുന്നത്. അത് ആണ് അതിന്റെ ഏറ്റവും വലിയ കോമഡി എന്ന് പറയുന്നത്. അതായത് വില്ലന്മാര് സ്വന്തം കുടുംബക്കാരെ മുഴുവൻ കൊന്നിട്ട് വില്ലന്മാർ ജസ്റ്റ് ഇറങ്ങിയ പാടെ തന്നെ മാക്രോ എഴുന്നേറ്റ് പോവാണ്. എനിക്ക് തോന്നുന്നു ഇനിയിപ്പോ ഇത് വല്ല വേറെ എന്തെങ്കിലും ആന്റി ക്ലൈമാക്സ് ആണ് നടത്തില്ല. വില്ലന്മാര് ഈ മാക്രോയ്ക്ക് ഈ സ്വർണ്ണ വ്യാപാരം മുഴുവൻ കിട്ടാൻ വേണ്ടിയിട്ട് മാക്രോ തന്നെ ഈ കുടുംബത്തിലുള്ള എല്ലാവരെയും കൊല്ലാൻ വേണ്ടിയിട്ട് കണ്ണടച്ച് കൊടുത്താണോ എന്ന് തന്നെ എനിക്കാകെ ഒറ്റ കാര്യമേ ഇതിനകത്ത് ചോദിക്കാനുള്ളൂ. ഈ മാക്രോ ഇത്ര വലിയ ഇതിഹാസ പുരുഷനായിരുന്നെങ്കിൽ ഈ കുടുംബക്കാരെ മുഴുവൻ കൊല്ലുന്നത് അവിടെ കണ്ടുകൊണ്ട് കരഞ്ഞോണ്ട് നിൽക്കാതെ അപ്പം പോയിട്ട് അടിക്കത്തില്ലായിരുന്നു. പിന്നെ കുടുംബത്തിൽ ഒരാളെ കൊന്നതിന് ചോദിക്കാൻ വന്നിട്ട് കുടുംബക്കാരെ മുഴുവൻ കൊലയ്ക്ക് കൊടുക്കുന്നതിനാണോ ഈ മാസ് വയലൻസ് എന്നൊക്കെ പറയുന്നത്? എന്തൊക്കെ പൊട്ടത്തരങ്ങളാണ് ഈ കാണിച്ചു കൊടുത്തിരിക്കുന്നത്. ക്ലൈമാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എഴുന്നേറ്റ് ഓടാൻ തോന്നുന്ന ക്ലൈമാക്സ് ആണ്. കുടുംബത്തിലുള്ള എല്ലാവരെയും കൊല്ലുന്നു, എല്ലാവരും ചാവുന്നു, അവസാനം പോയിട്ട് ഇവൻ പോയിട്ട് 2 വില്ലന്മാരെയും കൂടെ കൊല്ലുന്നു. ഇതാണ് ഇതിന്റെ ക്ലൈമാക്സ്. ഇത് ശരിക്ക് പണ്ടേതോ സിനിമയ്ക്കകത്ത് പറഞ്ഞേക്കുന്ന പോലെ എന്റെ നഷ്ടപ്പെട്ട 2 കോടി വീണ്ടെടുക്കാനാണ് ഞാൻ 5 കോടി വരെ മുടക്കാൻ തയ്യാറാണ് സാർ എന്ന് പറയുന്ന പോലെയാണ്. ഇത് ഒരു ജീവൻ രക്ഷിച്ച ആളെ, അല്ലെങ്കിൽ ഒരു ജീവൻ ഒരാളെ കൊന്നതിന്റെ പ്രതികാരം ചോദിക്കാൻ വേണ്ടി വന്നിട്ട് കുടുംബത്തിലുള്ള എല്ലാവരുടെയും ജീവൻ കളഞ്ഞിട്ട് വില്ലന്മാരെ പോയി കൊല്ലുന്നതിനാണ് ഇവര് ഈ സിനിമയിലൂടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. സോ ദിസ് ഈസ് വെരി മച്ച് ഡിസപ്പോയിന്റിംഗ് ക്ലൈമാക്സ്. ആൻഡ് വാട്ട് യു ഗൈസ് തിങ്ക് അബൌട്ട് ആഫ്റ്റർ വാച്ചിങ് ദിസ് ഫിലിം?
അതുപോലെ വില്ലന്മാരെ കൊല്ലാൻ പോകുന്നതിന് മുമ്പ് ഈ സ്പ്രേയും അടിച്ച് പുതിയ കോട്ട് വിട്ട് മുടിയും വെട്ടി കുളിച്ച് കുട്ടപ്പനായി പോകാനുള്ള ആ ഒരു ട്രിമ്മൊക്കെ ചെയ്ത് പോകാനുള്ള ആ ഒരു മൈൻഡ് സെറ്റ് ഈ മാർക്ക് റോക്കി എങ്ങനെ ഈ മാക്രയ്ക്ക് വന്നെന്നാണ് എനിക്ക് ഇപ്പോഴും മനസ്സിലാകാത്തത്. ഐ എം റിയലി ഡിസപ്പോയിന്റഡ് ഓൺ ദാറ്റ് ക്ലൈമാക്സ് സീൻസ്. ഓൾ ദ ക്ലൈമാക്സ് സീൻസ് ആർ വെരി മച്ച് ഡിസപ്പോയിന്റിംഗ്. ക്ലൈമാക്സ് സീനിന് യാതൊരു ലോജിക്കും ഇല്ല. പക്ഷെ ഇതുപോലത്തെ പടങ്ങൾ കാണുമ്പോൾ നമ്മൾ ലോജിക്ക് ഒരിക്കലും ആലോചിക്കാൻ പാടില്ല. സോ ദിസ് ഈസ് ജസ്റ്റ് ഫോർ എ കാണുമ്പോൾ എനിക്ക് ഇത്രയും തോന്നിയിട്ടില്ല. പക്ഷെ പടം കണ്ടു കഴിഞ്ഞിട്ട് ഇതിങ്ങനെ ആലോചിക്കുമ്പോഴാണ് ഇതിനകത്തെ പൊട്ടത്തരങ്ങളും മണ്ടത്തരങ്ങളും നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഓരോന്ന് ഓർമ്മയായിട്ട് വരുന്നത്. പക്ഷെ നിങ്ങളാരും അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. ഈ പടത്തിന് യാതൊരു ലോജിക്കും ഇല്ലാതെ പോയി പടം കാണുക. യു ക്യാൻ ഡെഫിനറ്റ്ലി എൻജോയ് ദിസ് ഫിലിം ഫ്രം ദ തിയേറ്റർ. സോ പടം കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക. ഓക്കെ, താങ്ക്സ് എവരിവൺ ഫോർ വാച്ചിങ് ദിസ് വണ്ടർഫുൾ വീഡിയോ. യു വിൽ ബി ബ്ലെസ്ഡ്.